അതെ, നിങ്ങൾ സ്ട്രോബെറി വീക്ക് എന്നൊരു ടേം കേട്ടിട്ടുണ്ടോ? ഷാർക്ക് വീക്ക്, ഓണ്ടറാഗ് ഇല്ല അല്ലേ? എന്നാ പുറത്തായി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ പീരിയഡ്സ് ആയി എന്ന് പറയുന്നതിന് പകരം പുറത്തായി എന്ന് പറയുന്നത് പോലെ വേറെ പല രാജ്യങ്ങളിലും ഈ പീരിയഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന യൂഫമിസംസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ. സോ യൂഫമിസം ഇസ് ദ നെക്സ്റ്റ് വേർഡ് ഓഫ് ആർ സീരീസ്, എ വേർഡ് എവറി അതർ ഡേ. യൂഫമിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ഭയങ്കര ഹാർഷായിട്ട്, അൺപ്ലസൻ്റ് ആയിട്ട്, ഒഫെൻസീവ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് സോഫ്റ്റായി മൈൽഡായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ്സിനെയാണ് നമ്മൾ യൂഫെമിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡൈഡ് എന്ന് പറയുന്നതിന് പകരം പാസ്ഡ് അവേ എന്ന് പറയുമല്ലേ, ദാറ്റ്സ് യൂഫെമിസം. റീസെൻ്റ് ആയിട്ട് എൻ്റെ റീസർച്ചിന് വേണ്ടി റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഐ കെയിം അക്രോസ് ദിസ് ഫാക്ട് ദാറ്റ് ദർ എക്സിസ്റ്റ് മോർ ദാൻ 5,000 യൂഫെമിസംസ് ഫോർ ദ സിംഗിൾ ടേം കോൾ പീരിയഡ്സ്. പീരിയഡ്സ് ആയി എന്ന് പറയുന്നതിന് പകരം ഏകദേശം 5,000-ഓളം യൂഫെമിസംസ് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അത്രേ. ഞാൻ നേരത്തെ പറഞ്ഞ ഓൺ ദ റാഗ്, സ്ട്രോബെറി വീക്ക്, ഷാർക്ക് വീക്ക്, ഇതൊന്നും പോരാഞ്ഞ് ബ്ലഡി മേരി, റെഡ് കസിൻ, ഇങ്ങനെ എത്രയെത്രയോ ടേംസ്. അപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള എൻ്റെ ഒരു കൺസേൺ ചോദിക്കട്ടെ, ഇത്രയും ഹാർഷ്, ഒഫെൻസീവ് ആൻഡ് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ ഈ പീരിയഡ്സ് ആയി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മെൻസസ് ആയി എന്ന് പറയുന്നത്? What's your take on it? Do let me know in the comment box and see you.